ഇപ്പോൾ ഹിന്ദു ഐക്യവേദി നേതാവ് ശ്രീ ആർ വി ബാബു നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ ആർ വി ബാബു, രാമക്ഷേത്രം വഖഫ് ഭൂമിയിൽ എന്നാണ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറയുന്നത്. സുപ്രീം കോടതിയുടെ വിധി വന്നതിനാൽ തങ്ങൾ അനുസരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ എന്നാണ് പറയുന്നത്. മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് അടക്കം അംഗീകരിച്ചത് അതുകൊണ്ടാണ് സുപ്രീം കോടതിയുടെ വിധിയുടെ പശ്ചാത്തലത്തിൽ, അല്ലെങ്കിൽ രാമക്ഷേത്രം വഖഫ് ഭൂമിയിലാണ് നിലനിൽക്കുന്നത് എന്നാണ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു വയ്ക്കുന്നത്. താങ്കൾ എങ്ങനെ പ്രതികരിക്കുന്നു? ഇന്ത്യ മുഴുവൻ വഖഫാണെന്ന് അവകാശപ്പെടാമല്ലോ. ഇന്ത്യ മുഴുവൻ വഖഫാണ് എന്ന് അവകാശപ്പെടാൻ കഴിയുന്ന നിയമമാണല്ലോ കോൺഗ്രസ് സർക്കാർ ഉണ്ടാക്കി. 1995-ലും 2013-ലുമായിട്ട് ഭാരതത്തെ ഒന്നാകെ വഖഫ് ഭൂമിയിലാണ് എന്ന് പറയാവുന്ന സാഹചര്യത്തിലേക്ക് മുസ്ലിം സമുദായത്തിനും മുസ്ലിം സംഘടനകൾക്കും സാഹചര്യം ഒരുക്കി കൊടുത്തിരിക്കുകയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഈ രാജ്യത്തെ ഇത്രയും ഒറ്റുകൊടുത്ത രാജ്യത്തിന്റെ അധപ്പതനത്തിനും രാജ്യത്തെ മതവർഗീയതയ്ക്ക് അടിയറ വെച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ഇതിന് മറുപടി പറയേണ്ടത്. സാദിഖ് അലി ശിഹാബ് തങ്ങളല്ല. സാദിഖ് അലി ശിഹാബ് തങ്ങൾ നിലവിലുള്ള നിയമത്തെ വ്യാഖ്യാനിക്കുകയോ നിയമത്തിനനുസൃതമായിട്ട് പറയാൻ സാധിക്കുന്നതൊക്കെ പറയുകയാണ്. ഇത്തരം മുസ്ലിം വർഗീയവാദികൾക്ക്, ഭീകരവാദികൾക്ക് ഈ തരത്തിൽ പറയാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുത്തത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. അതുകൊണ്ട് കോൺഗ്രസ് ആണ് ഇതിന് മറുപടി പറയേണ്ടത്. ഇന്ത്യയിലെ ജനങ്ങളോട് കോൺഗ്രസ് മറുപടി പറയണം. ഇന്ത്യൻ പാർലമെന്റ്, ഇന്ത്യയിലെ സുപ്രീം കോടതി സർവമാന സ്ഥാവര ജംഗമ സ്വത്തുക്കളും വഖഫാണ് എന്ന് അവകാശപ്പെടാവുന്ന സാഹചര്യത്തിലേക്ക് ഇന്ത്യയെ എത്തിച്ചിരിക്കുകയാണ്. ഇത്രയും കുലദ്രോഹികൾ, ഇത്രയും രാജ്യദ്രോഹികൾ ആയിട്ടുള്ള ഒരു വിഭാഗം കോൺഗ്രസിനെ പോലെ കാണാൻ സാധിക്കില്ല മറ്റൊരാൾ എന്നാണ് എന്റെ പക്ഷം. ISIS ഒക്കെ കോൺഗ്രസിനേക്കാൾ എത്രയും ഭേദമാണ്. ഹമാസും അൽ ഖ്വയ്ദയൊക്കെ കോൺഗ്രസിനേക്കാൾ ഭേദമാണ്. യഥാർത്ഥത്തിൽ പൊട്ടാസ്യം സയനൈഡിന്റെ ഫലമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യയിലെ ജനങ്ങൾക്ക് നൽകുന്നത്. അതായത് ISIS ഒക്കെ കഴുത്തറത്താണ് കൊല്ലണമെങ്കിൽ ഇത് വളരെ എന്താ പറയുക, മുറിവേൽപ്പിക്കാതെ ജനങ്ങളെ കൊല്ലുന്ന പൊട്ടാസ്യം സയനൈഡാണ് ഈ കോൺഗ്രസ്. അതുകൊണ്ട് എനിക്ക് ഇതിനകത്ത് യാതൊരു അത്ഭുതവും ഇല്ല. സാദിഖ് അലി തങ്ങൾക്ക് അയോധ്യ മാത്രമല്ല, കാശി, മധുര, അതേപോലെ ഉള്ള ക്ഷേത്രങ്ങളടക്കം വഖഫാണ് എന്ന് അവകാശപ്പെടാം. കാരണം കാശിയിൽ ജ്ഞാൻവാബി ആ പള്ളി ഉണ്ടല്ലോ, മധുരയിലുണ്ടല്ലോ. അപ്പോ അങ്ങനെ ഇതെല്ലാം വഖഫാണ് എന്ന് അവകാശപ്പെടാം. എൻ്റയർ ഭാരതം വഖഫാണെന്ന് അവകാശപ്പെടാം. പക്ഷെ സ്വപ്നം കാണാനേ നിവൃത്തിയുള്ളൂ. ഇത് 1921 അല്ല, ഇത് 1947 അല്ല. ഇത് മുസ്ലിം ലീഗ് മനസ്സിലാക്കിയാൽ നല്ലത്. ഏത് തങ്ങളായാലും കൊള്ളാം, ഏത് പിള്ളയായാലും കൊള്ളാം, ഇന്ത്യയുടെ നമ്മുടെയൊക്കെ ക്ഷമയെ പരീക്ഷിക്കാനാണ്, നമ്മുടെയൊക്കെ ക്ഷമയെ ചോദ്യം ചെയ്യാനാണ് ഇത്തരം ആൾക്കാർ ശ്രമിക്കുന്നതെങ്കിൽ അവർക്ക് ചരിത്രത്തിൽ നിന്ന് ഒരുപാട് പാഠം ഉൾക്കൊള്ളേണ്ടതായിട്ടുണ്ട്. അവർ ചരിത്രം പഠിച്ചിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അതുകൊണ്ട് ഇത്തരം ഉമ്മാക്കി കാട്ടി കോൺഗ്രസ്സുകാരെ പേടിപ്പിച്ചാൽ മതി. ഈ തരത്തിൽ ഈ നാട്ടിലെ ഹിന്ദു സമൂഹത്തെ പേടിപ്പിക്കാൻ ഒരു കുഞ്ഞും വളർന്നിട്ടില്ല. ആരും തയ്യാറാകാൻ വേണ്ട. ശ്രീ ആർ വി ബാബു, ഒരു കാര്യം കൂടി, മുനമ്പത്തിന്റെ പശ്ചാത്തലത്തിൽ കോൺഗ്രസിനെ തള്ളി മുസ്ലിം ലീഗ് രംഗത്ത് വന്നത് നമ്മളെല്ലാവരും കണ്ടതാണ്. മുനമ്പം വഖഫ് ഭൂമിയാണ് എന്നവർ ആവർത്തിക്കുന്നുണ്ട്. അതിൽ കോൺഗ്രസിന്റെ വായടപ്പിക്കുന്ന ഒരു നയവും കണ്ടതാണ്. പക്ഷേ ഇപ്പോൾ നിലവിലെ രാമക്ഷേത്രം വഖഫ് ഭൂമിയാണെന്ന് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു വയ്ക്കുന്നതിലൂടെ സാധാരണക്കാരിൽ തുടങ്ങി ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കെട്ടിട സംരക്ഷിത സ്മാരകങ്ങൾ പോലും അവരുടെ ഭൂമിയിലാണെന്ന് പറഞ്ഞുകൊണ്ട് പിന്നീട് ഇപ്പോഴത്തെ രാമക്ഷേത്രം പോലും വഖഫ് ഭൂമിയിലാണ്, തങ്ങളത് അനുസരിക്കാൻ കാരണം സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ മാത്രമാണ് എന്ന് പറയുമ്പോൾ അവരുദ്ദേശിക്കുന്ന ഒരു ധ്വനി എന്താണ് രാഷ്ട്രീയമായി നോക്കുകയാണെങ്കിൽ? അല്ല, ഇതൊക്കെ സുപ്രീം കോടതിയുടെ വിധി ഇല്ലായിരുന്നെങ്കിൽ എന്തുണ്ടാവുമായിരുന്നു? ഒരു ചുക്കും സംഭവിക്കില്ല. ഇവരൊക്കെ ഒരുപാട് മറ്റേ അക്ബർ ഒവൈസി, അതായത് നമ്മുടെ ഹൈദരാബാദിലെ MP-യുടെ അനിയനുണ്ടല്ലോ, അക്ബറുദ്ദീൻ ഒവൈസി, അയാൾ പറയുണ്ടായി 15 മിനിറ്റ് ഇന്ത്യയിലെ പോലീസ് മാറ്റി നിർത്തിയാൽ ഹിന്ദുക്കളെയൊക്കെ ഞങ്ങൾ പാഠം പഠിപ്പിക്കുമെന്ന്. മാറ്റി നിർത്തി ഗുജറാത്ത് ഉണ്ടായത്. വെറുതെ നമ്മളെ കൊണ്ട് ഇതൊക്കെ പറയിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടാവരുത്. നമുക്കതറിയാം എന്തൊക്കെയാണ് നടക്കുക, എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുക എന്നുള്ളതൊക്കെ. അത്തരം ചില പേടിപ്പിക്കലൊക്കെ കയ്യിൽ വെച്ചാൽ മതി. ഈ പാണക്കാട് തങ്ങളുടെ കുടുംബമടക്കം ഇന്ത്യ മഹാരാജ്യത്താണ്, ഹിന്ദുസ്ഥാനിലാണ്. ഇത് ഭാരതം ഹിന്ദുസ്ഥാനമാണെന്നേ. ഈ ഹിന്ദുസ്ഥാനത്ത് ഭൂരിപക്ഷം വരുന്ന ഹൈന്ദവ സമൂഹത്തിന്റെ താല്പര്യത്തിനനുസരിച്ച് ജീവിക്കാൻ പറ്റുമെങ്കിൽ ജീവിച്ചാൽ മതി. ഇവിടെ അല്ലാത്തവർക്ക് ഇവിടം വിട്ട് പോവാം.
ഭൂരിപക്ഷ ജനതയുടെ താല്പര്യമാണ് ഇവിടെ നടപ്പാവുക. ഭൂരിപക്ഷ ജനതയുടെ മനോഭാവത്തിനനുസരിച്ച് ജീവിക്കാൻ തയ്യാറില്ലാത്തവർക്ക് അവർക്ക് മറ്റേതെങ്കിലും വഴി നോക്കാം. ഇത് എന്നെ കൊണ്ട് പറയിപ്പിക്കുന്നത് ഞാൻ ഇത്തരം പറയുന്നത് ആ നിലപാടിനോട് യോജിക്കുന്ന ഒരാളല്ല. പക്ഷേ ഈ നിലപാടുമായിട്ടാണ് പാണക്കാട് തങ്ങളെ പോലുള്ള ആൾക്കാർ രംഗത്ത് വരുന്നതെങ്കിൽ ടിറ്റ് ഫോർ ടാറ്റ് ആണ്. ഒരു കാരണത്തടിച്ചാൽ മറുകരണം കാണിക്കാനായിട്ട് വേറെ വല്ലവരെയും നോക്കിയാൽ മതി, ഹിന്ദുക്കളെ കിട്ടില്ല. ഒരു കാരണത്തടിച്ചാൽ മറുകരണം മാത്രമല്ല പുറം കുടിക്കും. ആ നിലയ്ക്ക് പ്രതികരിക്കാൻ അറിയാവുന്ന സമൂഹം ഇന്ന് ഇവിടെ ഇന്ത്യയിലുണ്ട്. ഇന്ത്യയിൽ അത്തരത്തിലുള്ള ഒരു സമൂഹത്തെ നമ്മൾ വളർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അത്തരം പെപ്പടാറ്റൊന്നും കാണിച്ച് ഈ ഭാരതത്തെ അല്ലെങ്കിൽ ഭാരതത്തിലെ മുഴുവൻ ആധ്യാത്മിക കേന്ദ്രങ്ങളൊക്കെ വഖഫാണ് എന്നൊക്കെയുള്ള അവകാശമായിട്ട് ആരെങ്കിലും ഒന്നായി അത് നാലായിട്ട് മടക്കി പോക്കറ്റിൽ വെച്ച് അതെ, വളരെ നന്ദി ശ്രീ ആർ വി ബാബു പ്രതികരിച്ചതിന്. രാമജന്മഭൂമിയിൽ വിവാദ പരാമർശവുമായി മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ അയോധ്യയിലുള്ള നിലവിലെ രാമക്ഷേത്രം വഖഫ് ഭൂമിയാണെന്ന് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ സുപ്രീം കോടതി വിധി വന്നതുകൊണ്ട് മാത്രമാണ് അനുസരിച്ചത്. മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് അടക്കം അംഗീകരിച്ചത് അതുകൊണ്ടാണെന്നും സാദിഖ് അലി തങ്ങൾ പറയുന്നു.